പ്രേക്ഷകർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ തരാനുള്ളത് പാലക്കാട് റൗണ്ട് 6 അതായത് 6 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ ഒരു അപ്ഡേഷൻ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. 6 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ 6ാമത്തെ റൗണ്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ 6ാമത്തെ റൗണ്ടിൽ 3270 വോട്ടുകൾക്ക് മുന്നിൽ ടോട്ടൽ വോട്ട്സ് അദ്ദേഹത്തിന് ലഭിക്കുന്നു. ശ്രീ കൃഷ്ണകുമാറിന് 2719 വോട്ടുകൾ. അപ്പോൾ ഏകദേശം ഒരു 551 വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷം ഈ റൗണ്ട് 6-ൽ രാഹുൽ മാങ്കൂട്ടത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. തൊട്ടു മുമ്പത്തെ റൗണ്ടുകൾ എടുത്തു നോക്കുമ്പോൾ തൊട്ടു റൗണ്ടുകളിൽ അതുവരെ സി കൃഷ്ണകുമാർ 21,613 വോട്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ 20,598 വോട്ടുകൾ. അപ്പോൾ ഒരു 1015 വോട്ടുകളുടെ ഒരു ലീഡ് റൗണ്ട് 5 വരെ സി കൃഷ്ണകുമാറിനുണ്ടായിരുന്നു. പക്ഷേ പറയുന്ന റൗണ്ട് 6ലേക്ക് എത്തിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏകദേശം ഒരു 500 വോട്ടുകളുടെ ഒരു ലീഡ് റൗണ്ട് 6-ൽ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിക്കുന്നു. അങ്ങനെ ടോട്ടൽ ലീഡ് സി കൃഷ്ണകുമാറിന്റെ ഒരു 500ലേക്ക് അല്ലെങ്കിൽ 500നും 600നും ഇടയിലേക്ക് ഒതുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിച്ചു. ഓർക്കുക, റൗണ്ട് 7 എന്ന് പറയുന്നത് പാലക്കാട് നഗരസഭയുടെ ഒരു അവസാനത്തെ വാർഡുകളിലാണ് ഇപ്പോൾ ഈ പറയുന്ന വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി എണ്ണാൻ പോകുന്നത് 3 ഗ്രാമപഞ്ചായത്തുകളാണ്. അവിടെ BJPക്ക് കാര്യമായിട്ടുള്ള ഒരു പ്രതീക്ഷയില്ല. ഇനി എണ്ണാൻ പോകുന്ന പെരിയാരി ഗ്രാമപഞ്ചായത്ത് നേരത്തെ പറഞ്ഞതുപോലെ വർഗീയ ഭൂരിപക്ഷത്തിലേക്ക് UDF വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പിന്നീട് വരുന്ന ഈ കണ്ണാടി അല്ലെങ്കിൽ മാത്തൂർ പോലുള്ള പഞ്ചായത്തുകൾ LDFന് ചെറിയ രീതിയിലുള്ള ഒരു അപ്പർ ഹാൻഡ് വരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് ഇനി 7ാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. അവിടെ BJP എത്ര ഭൂരിപക്ഷം നേടും? ആ ഭൂരിപക്ഷത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ഭൂരിപക്ഷം മറിഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അത് പഞ്ചായത്തുകളിലേക്ക് അതിൻ്റെ വോട്ടെണ്ണൽ പുരോഗമിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. 1081 വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ലീഡ് ചെയ്യുന്ന ഒരു വാർത്ത. അത് 7ാമത്തെ റൗണ്ടിലായിരിക്കാം ഈ ഒരു അത്ഭുതം അല്ലെങ്കിൽ ഈ ഒരു മാറ്റം സംഭവിച്ചിട്ടുള്ളത്. 1081 നേരത്തെ 600 വോട്ടുകൾക്ക് സി കൃഷ്ണകുമാർ മുന്നിട്ട് നിന്നിരുന്ന പാലക്കാട് 7ാമത്തെ റൗണ്ടിലെത്തിയപ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ 1081 വോട്ടുകൾ. ഇനി സ്വാഭാവികമായിട്ടും അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ ട്രെൻഡ് സ്വാഭാവികമായിട്ടും ഉയർന്നു വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലേ? കാരണം ഈ 7ാമത്തെ റൗണ്ടിലെത്തിയപ്പോഴാണ് കൃത്യമായ ഒരു ഭൂരിപക്ഷം 7ാമത്തെ റൗണ്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 500 വോട്ടുകളുടെ ഭൂരിപക്ഷത്തെ മറികടക്കുകയും മറ്റൊരു 1081 വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷത്തിലേക്ക് കയറി ഏകദേശം ഒരു 1500-600 വോട്ടുകളുടെ ഒരു മേൽക്കൈ ഈ 7ാമത്തെ റൗണ്ട് എണ്ണി തീർന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്താണെങ്കിലും പാലക്കാട് വളരെ ഔദ്യോഗികജനകമായ നിമിഷങ്ങളിലേക്ക് കയറുകയാണ്. വളരെ ത്രില്ലടിപ്പിച്ച് പാലക്കാട് മുന്നേറുകയാണ് എന്നുള്ളത് തന്നെയാണ് വ്യക്തമായ വാർത്തകൾ അവിടെ നിന്ന് പുറത്തു വരുന്നത്. എന്താണെങ്കിലും വരും റൗണ്ടുകളിൽ നമുക്ക് കാണാം എങ്ങനെ പാലക്കാട് മുന്നോട്ട് പോകുമെന്നുള്ളത്. എന്താണെങ്കിലും ഇനി UDFന് മേൽക്കൈയുള്ള സ്ഥലങ്ങളിലൂടെയാണ് വോട്ടെണ്ണൽ കടന്നു പോകുന്നത്. എന്താണെങ്കിലും കൃത്യമായ ഒരു വ്യത്യാസങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ എന്താണെങ്കിലും ഇപ്പോൾ ഇത്രയും റൗണ്ടുകൾ കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു ഇനിയും എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകൾ ബാക്കി നിൽക്കുന്നുണ്ടാകാം. അത് നമുക്ക് കാത്തിരുന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് നേരത്തെ ശ്രീ ഷോൺ ജോർജ് സൂചിപ്പിച്ചു, LDFും UDFും ഒറ്റക്കെട്ടായിട്ട് ഒരു കോസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ BJPയെ ഇല്ലാതാക്കാം അല്ലെങ്കിൽ BJPയുടെ പരാജയത്തെ ഇല്ലാതാക്കാം എന്ന തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വാദഗതി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. കൃത്യമായി മറ്റ് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ വളരെ ശ്രദ്ധിച്ചത് 22% ഒരു വോട്ട് കൺസോളിഡേഷൻ. ആ ഒരു കൺസോളിഡേഷൻ ഇലക്ഷന്റെ കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിലും നടക്കുന്ന ഒരു കൺസോളിഡേഷൻ തന്നെയാണ്. ആ കൺസോളിഡേഷനെ ഭയന്നിട്ട് തന്നെയാണ് കൃത്യമായും UDFും LDFും ഒരു പ്രത്യേക വിഭാഗത്തിലേക്ക് സ്വാഭാവികമായും ചാഞ്ഞ് പൊക്കോണ്ടിരിക്കുന്ന ഒരു കാര്യം നിലനിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇനി റോബിൻ പറഞ്ഞത് കറക്റ്റ്. അതായത് കേരള രാഷ്ട്രീയത്തിന്റെ പോക്ക് ഇനി എങ്ങോട്ടാണ് എന്നതിന്റെ ഒരു സൂചന തന്നെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കൃത്യമായ സന്ദേശം തന്നെയാണ് നൽകുന്നത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഒന്ന് നമ്മൾ മെൻഷൻ ചെയ്തു പോകണം. പാലക്കാട് പ്രിയങ്ക ഗാന്ധി എനിക്ക് തോന്നുന്നു 2,39,554 വോട്ടുകൾ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചു. 1,57,472 വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിലേക്ക് വർഗീയ ഭൂരിപക്ഷത്തിലേക്ക് ആയിരിക്കുന്നു. അതായത് 64% വോട്ടുകൾ, അതായത്
ടോട്ടൽ പോൾ ചെയ്ത വോട്ടുകളിൽ 64% വോട്ടുകൾ പ്രിയങ്ക ഗാന്ധിക്ക്, സത്യൻ മൊഗേരിക്ക് 21% വോട്ടുകൾ. നവ്യ ഹരിദാസിന്റെ പെർഫോമൻസ് ആണ് എടുത്തു പറയേണ്ടത്. വെറും 12% വോട്ടുകൾ മാത്രമാണ് നവ്യ ഹരിദാസിന് ലഭിച്ചിട്ടുള്ളത്. പ്രിയങ്ക ഗാന്ധിക്ക് 2,39,554 വോട്ടുകളാണെങ്കിൽ നവ്യ ഹരിദാസിന് ലഭിച്ചത് 45,927 വോട്ടുകൾ. സത്യൻ മൊഗേരിക്ക് 82,082 വോട്ടുകൾ. അങ്ങനെ 64% വോട്ടുകളുമായി പ്രിയങ്ക ഗാന്ധി വയനാടിന്റെ പ്രിയങ്കരിയായി മാറിയിരിക്കുന്നു. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് ചേലക്കര ഒന്ന് പോകാം. ചേലക്കരയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി ഒന്ന് പ്രേക്ഷകരോട് പറയാം. 8,567 വോട്ടുകൾക്ക് ചേലക്കരയിൽ UR പ്രദീപ് മുന്നിട്ട് നിൽക്കുന്നു. 5 റൗണ്ടുകൾ പൂർത്തിയായിരിക്കുന്നു. 13 റൗണ്ടുകൾ ഇനി ബാക്കിയുണ്ട്. 5 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ ചേലക്കരയുടെ ചേലായി UR പ്രദീപ് മാറുന്നു. ചേലക്കരയുടെ ഇടതുകോട്ട UR പ്രദീപ് കാത്തു സൂക്ഷിക്കുന്നു. മധ്യ കേരളത്തിലെ ആ ചുവപ്പ് പൊട്ട് അത് മായാതെ തന്നെ, ആ ചുവപ്പ് മായാതെ തന്നെ UR പ്രദീപ് കാത്തു സൂക്ഷിക്കുന്നു. LDFന് വേണ്ടിയിട്ട്, CPMന് വേണ്ടിയിട്ട്. റൗണ്ടുകളുടെ ഒരു കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ റൗണ്ട് 6ൽ സംഭവിച്ചത്, റൗണ്ട് 6ൽ റോബിൻ ഈ പറയുന്നത് പോലെ രമ്യ ഹരിദാസിന് അല്പം ഒരു മുന്നേറ്റം, അത് ലീഡല്ല പക്ഷേ എങ്കിൽ പോലും ആ ലീഡ് നില, അതായത് UR പ്രദീപിന്റെ ഒരു ലീഡ് നില അല്പം ഒന്ന് പിടിച്ചു നിർത്താൻ റൗണ്ട് 6ൽ രമ്യ ഹരിദാസിന് സാധിക്കുന്നുണ്ട്. റൗണ്ട് 6ൽ സംഭവിച്ചത് UR പ്രദീപിന് 4,839 വോട്ടുകൾ ലഭിച്ചപ്പോൾ രമ്യ ഹരിദാസിന് 4,389 വോട്ടുകൾ, അതായത് 500 വോട്ടുകളുടെ ഒരു ലീഡ് നിലയിലേക്ക് UR പ്രദീപിന്റെ ആ കുതിപ്പൊന്ന് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. നേരത്തെ 2000 സ്റ്റഡി ആയിട്ടുള്ള ലീഡ് ഉണ്ടായിരുന്ന ഒരു സ്ഥാനത്ത് 6ാമത്തെ റൗണ്ടിലേക്ക് എത്തിയപ്പോഴേക്കും രമ്യ ഹരിദാസിന്റെ ഒരു ലീഡ് എന്ന് പറയുന്നത് അതായത് രമ്യ ഹരിദാസും UR പ്രദീപും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു 500ൽ തളച്ചിടാൻ 6ാമത്തെ റൗണ്ടിൽ രമ്യ ഹരിദാസിന് സാധിക്കുന്നു. പക്ഷേ ഞാനിപ്പോഴും എനിക്കൊന്ന് ചേലക്കര നമുക്ക് എഴുതി തള്ളാറായിട്ടുണ്ടോ എന്ന് നമുക്ക് ഒരു സംശയമുണ്ട്. കാരണം ചേലക്കരയിൽ ഈ പറയുന്നത് പോലെ LDF പ്രതീക്ഷിച്ച ഒരു ലീഡ് എന്ന് പറയുന്നത് ആദ്യത്തെ 3 പഞ്ചായത്തുകൾ എണ്ണുമ്പോൾ ഒരു 12,000-ലധികം ഒരു വോട്ടുകളുടെ ഒരു ലീഡാണ് പ്രതീക്ഷിച്ചത്. ഇനി ഈ 3 പഞ്ചായത്തുകൾ എണ്ണി തീർന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ നിലവിലെ ഒരു ഭൂരിപക്ഷം എനിക്ക് തോന്നുന്നു അവർ പ്രതീക്ഷിച്ച ഒരു ഭൂരിപക്ഷം അല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതീക്ഷിച്ച ഒരു സ്ഥലത്തിലേക്ക് എത്തില്ല, പക്ഷേ എങ്കിലും ഒരു വോട്ട് ഷെയർ വെച്ച് നോക്കുമ്പോൾ മുന്നേറ്റമുണ്ട് എന്നുള്ളൊരു വാസ്തവം തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നത് ഏകദേശം 44% വോട്ടുകൾ ഈ UR പ്രദീപിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നുള്ളത്. എന്ന് വെച്ചാൽ പിന്നെ 32.5% വോട്ടുകൾ മാത്രമാണ് രമ്യ ഹരിദാസിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ കൃത്യമായും BJP നമുക്ക് ഒന്ന് എടുത്തു പറയേണ്ട ഒരു 18.78% വോട്ടുകൾ UDFന്റെ വോട്ടുകൾ BJP, കാരണം BJPക്ക് ഒരു 15% വോട്ടിന്റെ ഒരു മാർജിനാണ് പലപ്പോഴും അവിടെ കാണാറുള്ളത്. അത് പക്ഷേ അല്പം കൂടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ രമ്യ ഹരിദാസിനെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചവിട്ടാൻ ശ്രമിച്ചോ എന്നുള്ളത് എനിക്കൊരു 2-3 റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സംശയം തോന്നിയ ഒരു കാര്യമാണ്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എനിക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിനെ കൃത്യമായിട്ട് ഒതുക്കാനുള്ള ഒരു ശ്രമം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നടന്നു എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ സംശയമുണ്ട്. BJPക്ക് 18.78% വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് BJP വോട്ട് ഷെയറിലേക്ക് മാറിയതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു പക്ഷേ രമ്യ ഹരിദാസിനെ പാർട്ടിയിലുള്ള ചിലർ ഒതുക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമാണ്. വരും മണിക്കൂറുകളിൽ അറിയാം, വരും റൗണ്ടുകളിലും അറിയാം എന്നുള്ളതാണ്. അത് കാരണം ഈ 2021 BJP കാൻഡിഡേറ്റ് ഒരു ഷാജുമോൻ വട്ടേക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് നിന്നത്. ടോട്ടൽ വോട്ട്സ് അദ്ദേഹത്തിന് ലഭിച്ചത് 24,045 വോട്ടുകളാണ്. ടോട്ടൽ വോട്ടിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 15.68%. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ ചേലക്കരയിൽ BJPക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 18% അല്ലേ, 18%ൻ്റെ ഒരു വോട്ട് ഇപ്പോൾ തന്നെ ലഭിച്ചിട്ടുണ്ട്. 13,590 വോട്ടുകൾ ഇപ്പോൾ തന്നെ ലഭിച്ചു. 24,000 വോട്ടാണ് 2021 ലഭിച്ചത്. 27-28 ആ ഒരു റേഞ്ചിലാണ് കഴിഞ്ഞ തവണ BJP കാൻഡിഡേറ്റ് സരസു ആ വ്യക്തിക്ക് ലഭിച്ചത്. അപ്പോൾ പറയുന്നത് പോലെ ഒരു മുന്നേറ്റം കഴിഞ്ഞ തവണത്തേക്കാൾ BJPക്ക് അവിടെ കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ചേലക്കര അവർക്ക് 13 റൗണ്ട് ഉണ്ട്, 6 റൗണ്ടുകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ 6 റൗണ്ട് എനിക്ക് തോന്നുന്നത് ഇതേ മാർജിനിൽ പോവുകയാണെങ്കിൽ ഏകദേശം 10,000-30,000 വോട്ടുകളിലേക്ക് BJP കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല UDFനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ലീഡ് ഒരു 10,000-ൽ താഴെ അല്ലെങ്കിൽ ഒരു 5,000-നും 10,000-നും ഇടയിൽ തന്നെ തളച്ചിടാൻ സാധിക്കുമെങ്കിൽ അത് UDFന് വലിയൊരു രാഷ്ട്രീയ
രാഷ്ട്രീയ നേട്ടം തന്നെയാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ 39,000 കെ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അത് ലോക്സഭാ ഇലക്ഷനിൽ രമ്യ ഹരിദാസിന് ഒരു 5,000-ലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിരുന്നു. അപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് ഈ ഭൂരിപക്ഷം എത്തിക്കാൻ സാധിക്കുമെങ്കിൽ UDF സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞതുപോലെ വളരെ പൊളിറ്റിക്കൽ വിക്ടറി തന്നെയാണ്. കാരണം LDF ഒരു ഉറച്ച കോട്ട, നമ്മൾ ഈ കണ്ണൂരിലെ ഈ പാർട്ടി കോട്ടകൾ എന്ന് പറയുന്ന ഒരു മട്ടന്നൂർ, കല്യാശ്ശേരി പോലുള്ള പറയുന്നത് പോലെ തന്നെ മധ്യ കേരളത്തിലെ ഒരു പാർട്ടി കോട്ട തന്നെയാണ് LDF പാർട്ടി കോട്ട തന്നെയാണ് ചേലക്കര. ആ ചേലക്കരയിൽ ഈ ഭൂരിപക്ഷം ഒരു 5,000-നും 10,000-നും ഇടയിൽ, അല്ലെങ്കിൽ ഒരു 5,000 റേഞ്ചിൽ രമ്യ ഹരിദാസിന് ഈ UR പ്രദീപിനെ തളച്ചിടാൻ സാധിക്കുമെങ്കിൽ അതൊരു രാഷ്ട്രീയ നേട്ടം തന്നെയാണ്.